മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കണ്ടു കാണും. ഈ ചേമ്പ് കൊട്ടച്ചേമ്പ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കൊട്ടച്ചേമ്പ് നമ്മുടെ നാട്ടിൽ വളരെ സമർത്ഥമായി ഉണ്ടാകുന്ന ഒരു ഇനം ചേമ്പാണ്. വളരെ കുറച്ച് വളം ഉപയോഗിച്ച് തോലും ചപ്പുചവറുകളും മാത്രം ഇട്ടുകൊണ്ട് ഒരു ചെറിയ വിത്തിൽ നിന്നും ഒരു കുട്ട നിറച്ച് മിനിമം ഒരു 20 കിലോ എങ്കിലും ചേമ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ചേമ്പ് ആണ് ഈ ചേമ്പ്. ഇത് നടുമ്പോൾ ഒരെണ്ണമല്ല കുറേ എണ്ണം നടുവാണെങ്കിൽ അല്പം അകലെ കൂട്ടി വേണം നടാൻ. ഒരെണ്ണം ആവുന്നുണ്ടേ ഇതേപോലെ നട്ടാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചേമ്പിൻ്റെ നടീൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ വിത്താണ്. വിത്ത് സാധാരണ നല്ല വലിപ്പമുള്ളതാണ്, നല്ല തൂക്കമൊക്കെ കാണുന്ന വിത്താണ്. നല്ല ഹായ് സെതു. പിന്നെന്തുകൊണ്ട് ഞാൻ അണ്ണൻ്റെ ഇത് പിന്നെ ഈ ബ്ലോഗ് ഇലഞ്ഞൂർ ബ്ലോഗ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പല ദിവസവും ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നും വരണം കാണണം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നും പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ഒരു ശകലം സമയം കിട്ടിയപ്പോൾ ഇതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്തോ ഒരു ചേമ്പ് ഏതോ ഒരു കാര്യം. അത് ചേമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഒരു 5ഓളം ഇനത്തിൽപ്പെട്ട ചേമ്പ് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ ഇപ്പോഴേ ഇതിൻ്റെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ചെയ്യാനിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ചേമ്പ് താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ? ഈ ചേമ്പ് കണ്ടിട്ടില്ലെന്നും അണ്ണ എന്നോടൊന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് അപ്പൊ ഒന്ന് കാണണം എന്നൊരു വിചാരം. അപ്പം ഇത് കൊട്ടച്ചേമ്പ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കൊട്ടച്ചേമ്പ്. അപ്പൊ ഇത് കൊട്ടച്ചേമ്പ് എന്ന പേര് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ വലിയ പരിണ ഒന്നും ലഭിച്ചില്ലെങ്കിൽ പോലും അത് കിളയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കൊട്ട നിറച്ച് വിത്ത് കിട്ടും അതിന്. അപ്പോൾ അതുകൊണ്ടാണ് കൊട്ടച്ചേമ്പ് എന്ന പേരിൽ നമ്മൾ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ നടീൽ രീതി എന്ന് പറഞ്ഞാൽ വലിയ ഒരു തടമെടുക്കുക. വലിയ ഒരു തടമെടുത്ത് നമ്മൾ 1 or 2 വിത്ത് ആ തടത്തിലെ മണ്ണിനകത്തെ കല്ലും പൊടിയും എല്ലാം നീക്കം ചെയ്തതിന് ശേഷം അതിനകത്ത് നട്ട് പിടിപ്പിക്കും. ഇതിപ്പോ നട്ട് കിളിച്ച് അതിന് വളമിടാൻ തുടങ്ങിയപ്പോഴാണ് താങ്കൾ വന്നത്. ശരി. അപ്പം ഇത് നട്ട് കിളിച്ചു. ഈ പരുവാകുമ്പോഴാണ് വളമിടുന്നത്. അപ്പൊ ഇതിപ്പോ എങ്ങനെ അതിന് പ്രത്യേക എന്തെങ്കിലും ഇതുണ്ടോ വളം? ഇതിന്റെ വളം എന്ന് പറയുമ്പോഴേ ഇത് നമുക്ക് വാഴയ്ക്കും തെങ്ങിനും ഒക്കെ ഇടവളയായിട്ട് വേണ്ടി വന്നാൽ റബ്ബറിന് ഇടവളയായിട്ട്. അത് ശരി. അപ്പം നമ്മുടെ ഇവിടെ എല്ലാം റബ്ബറല്ലേ, ഇടയ്ക്കൊക്കെ നട്ടാൽ നല്ല വിളവ് കിട്ടും. കാരണം ഇതിന് ഏത് പ്രതിരോധത്തിനെയും നേരിടാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇതിപ്പം വളമിടാനുള്ള ഒരുക്കങ്ങൾ നടത്തി. ഇതിൻ്റെ വളം നമ്മൾ ഇടുന്ന വെച്ചാൽ കാലിവളം അന്ന് പച്ചത്തോല് ഇല, ഈ പച്ചില വളമാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വളം. എങ്കിലും അല്പം എല്ലുപൊടി ഇടും. അല്പം എല്ലുപൊടി വട്ടം ഒന്ന് വിതറി വീണ്ടും മണ്ണിടണം. മണ്ണിട്ടതിന് ശേഷം എത്രമാത്രം തോല് ഇതിൻ്റെ ചുവട്ടിലിടാമോ അത്രയും. തോലെന്ന് വെച്ചാൽ ഈ സസ്യങ്ങളുടെ ഇലകളാണ് തോലെന്ന് പറയുന്നത്. ആ തോലിട്ട് ആ തോലൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരു പണിക്കും പോകണ്ട. പിന്നെ ഇത് ഒരു 7 മാസം ആവുന്നുണ്ടേ ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങ് പട്ടുപോകും. എന്ന് വെച്ചാൽ അളിഞ്ഞു പോകും. ആ സമയം വേണം ഇത് കിളച്ച് വിളവെടുക്കാൻ. കിളയ്ക്കുന്നത് തന്നെ വളരെ വിസ്തൃതിയിൽ വേണം നമ്മൾ കിളച്ചെടുക്കാൻ. കാരണം വലിയ വിത്തുകളാണ്. ഇത്രയൊക്കെ കാണും ഒരു വിത്തെന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഇത് പിന്നെ കറി വെക്കാം, മെഴുക്ക് പുരട്ടാം, അവിയൽ വെക്കാം, അതുപോലെ തന്നെ ഉപ്പേരിയാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പഴം ചെയ്യാൻ പറ്റാതെ ഈ വിത്തുണ്ടാവുന്ന തട അത് പുഴുക്കായി കഴിക്കാൻ കൊള്ളാം. സൂപ്പറാ പുഴുക്കായി കഴിക്കും. ഇത് വേറെ കാര്യം ചെയ്യട്ടെ, നമ്മുടെ ഇവിടെ പണ്ടുണ്ടായിരുന്ന ചേമ്പ് ഇതുപോലൊരു ചുവന്ന കളർ. അത് താമരക്കണ്ണൻ ചേമ്പാണ്. താമരക്കണ്ണൻ ചേമ്പ് അത് ചെറിയ വിത്താണ്. അത് ഒരു മൂട്ടിന്ന് ഒരു ചുവട്ടിന്ന് നമുക്ക് പരമാവധി ഒരു 2-3 കിലോ വരെ അത്രേ ഉള്ളൂ. പക്ഷെ ഇതല്ല, ഇത് ഒരു ചുവട്ടിന്ന് 20-25 കിലോ വരെ ഞാൻ കളച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് താങ്കൾക്ക് വേണമെങ്കിൽ താങ്കളുടെ മുറ്റത്ത് ഇത് നട്ടുപിടിപ്പിക്കുക. അതല്ലെങ്കിൽ ഇത് ഗ്രോബാഗിനകത്ത് നടരുത്. കാരണം ഗ്രോബാഗിനകത്ത് നിൽക്കത്തില്ല. വലിയ ചാക്ക്, വലിയ അരിച്ചാക്ക് പോലെ ഉണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ഒരെണ്ണം നട്ടുപിടിപ്പിക്കാം. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള സംവിധാനത്ത് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് പറ്റും. കാരണം ഇപ്പം ഈ പച്ചക്കറിക്കൊക്കെ തീ വിലയാണല്ലോ കേരളത്തിൽ. പച്ചക്കറിക്ക് തീ വിലയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ താങ്കൾ ഏത് ജോലിക്ക് പോകുന്ന ആളായാലും താങ്കൾക്ക് ഒരു രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും 1 മണിക്കൂർ നേരം എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ, മണ്ണിനോടും കൃഷിയോടും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ തന്നെ വീഡിയോ കണ്ടാൽ മതി. ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ വീഡിയോയിൽ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കൃഷിയാണ് നമ്മൾ വിവരിക്കുന്നത്. ഒറ്റയ്ക്ക് ചെയ്യുന്ന കൃഷികളാണ്, മറ്റാരുടെ സഹായമില്ലാതെ തന്നെ. പിന്നെ വളം എന്ന് പറയുന്നത് വളത്തിന് വലിയ വിലയാണ്. ഒപ്പം ജോലിക്കൂലിയും കൂടുതലാണ്. അതിന് നമുക്ക് തന്നെ പല വളങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ല, ഈ ഇലഞ്ഞൂർ ബ്ലോഗ് ഞാൻ സാധാരണ കാണാറില്ല. എനിക്ക് വളരെ താല്പര്യം തോന്നിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നതാണ് എനിക്ക് വളരെ താല്പര്യം തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ പല പ്രാവശ്യം ഒന്ന് വരണം, നേരിട്ട് കാണണമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത് സാധിച്ചു. അപ്പോൾ ഇതെല്ലാം ആ ചേമ്പ് നടന്ന കാര്യം. അപ്പോൾ അതുകൂടെ വളം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. ശരി. അപ്പോൾ നമുക്ക് താങ്കൾ സമയമുള്ള മറ്റൊരു ദിവസം വരുന്ന നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ വളം ചെയ്യുന്ന രീതികളൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എന്തായാലും
താങ്കൾ വന്നതിൽ, കാരണം കൃഷിയോട് സ്നേഹം ഉണ്ടായിട്ടാണ് താങ്കൾ വരാൻ തയ്യാറാക്കിയത്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, കൃഷിയെ ആഗ്രഹം കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ താങ്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ, പ്രിയമുള്ളവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ. ഓക്കെ.